ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റ് പഠിച്ചു. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വെർട്ടിക്കൽ ഫോം ആണെന്നുള്ളതും എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതും നമ്മൾ പഠിച്ചു. അതിൽ വരുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഷോർട്ട് ഫോം SOPL നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾസോ കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈസ് എ primary financial statement to understand the operative performance of an enterprise during given period. It summarizes income earned and expense incurred by an enterprise during a given period. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് കണ്ടുപിടിക്കാൻ, അപ്പോൾ അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസുകളിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെഡ്ജറാണെന്ത് income earned exceed the expense incurred. The difference is called net income or net profit. If however the income fall to cover the expense, the enterprises is said to have incurred a loss. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയും. ഇൻകം എക്സ്പെൻസിനെ കാട്ടി കുറവാണെങ്കിൽ, അതായത് എക്സ്പെൻസാണ് കൂടുതലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നെറ്റ് ലോസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയും. ഇൻകം ആൻഡ് എക്സ്പെൻസ് മേ ബി അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ ദ അതർ ആൻഡ് സച്ച് എ പ്രസൻറ്റേഷൻ ഈസ് കോൾഡ് വെർട്ടിക്കൽ ഫോം. നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റ് പഠിച്ച പോലെ തന്നെ വെർട്ടിക്കൽ ഫോമിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഷെഡ്യൂൾ 3 പ്രിസ്ക്രൈബ് ദ വെർട്ടിക്കൽ ഫോർമാറ്റ് ടു ബി ഫോളോഡ്, ഷോയിങ് ഇൻകം ഫസ്റ്റ് ഫോളോഡ് ബൈ എക്സ്പെൻസ്. അപ്പോൾ ഇൻകമാണ് ഫസ്റ്റ് ആയിട്ട് എഴുതുക, അതിൻ്റെ താഴെ നമ്മൾ എക്സ്പെൻസിന് നമ്മൾ എഴുതും. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഷെഡ്യൂളാണ് എഴുതുക, സെക്കൻഡ് കോളത്തിൽ പെർട്ടിക്കുലേഴ്സ്, തേർഡ് കോളത്തിൽ നോട്ട് എന്നതും, സെക്കൻഡ് കോളത്തിൽ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറൻറ്റ് ഇയർ എന്നും ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ എന്നുള്ളതുമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പഠിച്ച അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ നെയിം ഓഫ് ദ കമ്പനി, നമ്മൾ കമ്പനിയുടെ പേര് എഴുതുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരീഡ് എൻഡഡ് എന്ന് എഴുതിയതിനു ശേഷം ഡേറ്റ് എഴുതാം. എന്നിട്ടാണ് നമ്മളിത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷെഡ്യൂൾ 1 മുതൽ 18 വരെയുള്ള ഷെഡ്യൂളുകൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ കൂടെ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യണം. ഫസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഷെഡ്യൂൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ഡാർക്കിൽ ചെയ്തിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സെക്കൻഡ് വണ് അതർ ഇൻകം. തേർഡ് വണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1 + 2 മീൻസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് അതർ ഇൻകം. അതിൻ്റെ ടോട്ടലാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്നുള്ളതിൽ എഴുതാം. ഫിഗേഴ്സ് എഴുതേണ്ടതിന് നമുക്കറിയാം. കറണ്ട് ഇയറിലാണെങ്കിൽ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയറിൽ എഴുതാം. പ്രീവിയസ് ഇയറത്തെ എമൗണ്ട് ആണെന്നെങ്കിൽ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് പ്രീവിയസ് എന്നുള്ള കോളത്തിൽ നമ്മൾ എഴുതാം. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് എഴുതേണ്ടത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് നമുക്കൊരു 50,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയറിൽ 50,000 എഴുതാം. അതർ ഇൻകം എന്നുള്ളതാണെങ്കിൽ അതർ ഇൻകം എഴുതാം. അപ്പോൾ എന്താണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതും എന്തൊക്കെയാണ് അതർ ഇൻകം എന്നുള്ളതും നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ താഴെ പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യം ഹെഡിങ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, സെക്കൻഡ് വൺ അതർ ഇൻകം, തേർഡ് വൺ ടോട്ടൽ ഇൻകം 1 + 2. ദെൻ ഫോർത്ത് വൺ എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ സബ് ഹെഡിങ്ങുകൾ ഏതാണത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെൻറ്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. അപ്പോൾ ഇത്രയും സബ് ഹെഡിങ്ങുകളാണ് എക്സ്പെൻസ് എന്നതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ ഫോർത്ത് വൺ ടോട്ടൽ എക്സ്പെൻസ്, അതായത് ഇത്രയും എക്സ്പെൻസുകൾ ആഡ് ചെയ്ത എമൗണ്ടാണ് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുക
എഴുതേണ്ടത് 5ൻ്റെ നേരെ എഴുതേണ്ടത്, അതായത് 5ൻ്റെ നേരെ എഴുതേണ്ടത് 4ൻ്റെ ടോട്ടൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കുക, പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്പെൻഷൻ ഐറ്റം ആൻഡ് ടാക്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് 4. 1 എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുക? 4 ആയിട്ടുള്ള എക്സ്പെൻസ്, അതായത് റവന്യൂ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് നമ്മളിവിടെ നേരെ ചെയ്താൽ. നിങ്ങളിത് മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ 6th വന്ന് എക്സംഷണൽ ഐറ്റംസ്. എന്തൊക്കെയാണ് എക്സംഷണൽ ഐറ്റംസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സ്പെൻഷണൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദെൻ 7th വന്ന് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. ബ്രാക്കറ്റിലുണ്ട് 5 മൈനസ് 6. 5ാമത്തെ ഐറ്റം ഏതൊക്കെയാണ്? അതായത് ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് 6ാമത്തെ ഐറ്റമായ എക്സംഷണൽ ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് എന്നുള്ള കിട്ടും. ദെൻ 8th വന്ന് ടോട്ടൽ എക്സ്പെൻസ്. അതിൽ വരുന്നത് കറണ്ട് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് എന്താണെന്നുള്ള ആ എമൗണ്ട് അവിടെ ചെയ്താൽ. 9th വന്ന് പ്രോഫിറ്റ് ഓർ ലോസ് ദ പീരീഡ് ഫ്രം കണ്ടിന്യൂസ് ഓപ്പറേഷൻ. പ്രോഫിറ്റും അല്ലെങ്കിൽ ലോസ്, നമ്മൾ കണ്ടിന്യൂസ് ഓപ്പറേഷനിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാനുള്ള പ്ലേസാണിത്. അവിടെ എന്ത് ചെയ്യുക? നമ്മൾ 7th നിന്ന് 8 നോക്കും. 7th പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് നിന്ന് 8 ആയ ടാക്സ് എക്സ്പെൻസ് കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും 9th വന്ന്. ദെൻ 10th പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷൻ. 11th വന്ന് ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷൻ. 12th വന്ന് പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആഫ്റ്റർ ടാക്സ്. ബ്രാക്കറ്റിൽ 10 നിന്ന് 11 കുറയ്ക്കാം. ഓക്കെ. 10ാമത്തെ ആയിട്ട് ഏതാണ്? പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷന് 11ാമത്തെ ആയിട്ട് ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷൻ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് ചെയ്താൽ. ദെൻ 14th പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരിയഡ്. ബ്രാക്കറ്റിൽ 9th നിന്ന് 12th ചോദിക്കുക. 9th എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ഫ്രം ദ കണ്ടിന്യൂസ് ഓപ്പറേഷന് 12th ആയിട്ടുള്ള ഏതാണ് കുറയ്ക്കേണ്ടത്? പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആഫ്റ്റർ ടാക്സ് എന്നുള്ളത് കുറയ്ക്കുക. ദെൻ 15th വണ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. 16th വണ് ടോട്ടൽ എക്സ്പെൻസ് കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ്. ബ്രാക്കറ്റിൽ 8ൻ്റെ കൂടെ 14th കൂടി ആഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വണ് 18th ഏണിംഗ് പെർ ഇക്വിറ്റി ഷെയർസ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ, ഏണിംഗ് പെർ ഇക്വിറ്റി ഷെയർസ് ഫോർ ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷൻ, ഏണിംഗ് പെർ ഇക്വിറ്റി ഷെയർസ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ഓപ്ഷൻ. ഇപ്പോൾ ഇത്ര ഐറ്റംസുകളാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ ഇത്ര ഐറ്റംസ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത്രയൊന്നും നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനുണ്ടാവില്ല. നിങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 7 വരെയൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ 7 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണെന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ അതൊരു വെർട്ടിക്കൽ ഫോമിലുള്ള ലെഡ്ജറാണ്. ഫസ്റ്റ് വണ്ണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം, പിന്നെ പർട്ടിക്കുലേഴ്സ് എഴുതണം, നോട്ട് നമ്പർ എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഇൻകം ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെയിൽസ് റിട്ടേൺ കുറച്ച് കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് സെയിൽസ് ആയിട്ട് നമ്മൾ എഴുതല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 50,000 രൂപ സെയിൽസ് ഉണ്ട്, ഒരു 5,000 രൂപ സെയിൽസ് റിട്ടേൺ. നമ്മൾ ടോട്ടലാക്കി എന്ത് ചെയ്താൽ 49,500 ആയിരിക്കും. 49,500 ആയിരിക്കും നമുക്ക് കിട്ടുന്ന നെറ്റ് സെയിൽസ്. ആ നെറ്റ് സെയിൽസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇൻകം ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളെ നോട്ടിന്, അതായത് സെയിൽസും സെയിൽസ് റിട്ടേൺ കുറച്ച് നമ്മളവിടെ നമ്പർ 1 എന്ത് ചെയ്തു? ആ നമ്പർ 1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ട് നമ്പർ എന്നായിട്ട് എഴുതുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പർ 1 എന്നുള്ള ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ കറണ്ട് ഇയറിലെ എമൗണ്ടും അതുപോലെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് നമ്മൾ എഴുതാം. അതുപോലെ മെയിനായിട്ട് വരുന്ന ഹെഡിങ്ങുകളും അതിൻ്റെ ആട്ടറിൽ വരുന്ന സബ് ഹെഡിങ്ങുകളും നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതിൽ വരുന്ന ഐറ്റംസുകൾ എക്സ്പ്ലനേഷൻ ഓഫ്
ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് SOPL. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഫസ്റ്റ് കൊണ്ട് പറഞ്ഞല്ലേ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. എന്തൊക്കെയാണ് ഈ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വരുന്നത്? മെയിൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് ആ സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ്, സെയിൽസ് ഓഫ് സർവീസ്, അതർ ഓപ്പറേറ്റിംഗ് റവന്യൂസ്. നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ച റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വരുന്ന ഐറ്റംസ് ആണ് സെയിൽസ്. നമുക്കറിയാം ബിസിനസ്സിൻ്റെ മെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അപ്പോൾ ആ സെയിൽസിൽ വരുന്ന കാര്യങ്ങളാണ്, സെയിൽസ് എമൗണ്ടാണ് സാധാരണയായിട്ട് നമ്മളവിടെ എഴുതാറില്ല. പിന്നെ സർവീസായിട്ട് എടുത്തുന്ന ബാങ്ക് അതുപോലത്തെ സർവീസ് മോട്ടീവായിട്ട് നടത്തുന്ന എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും കിട്ടുക നമുക്ക്? എന്താണ് സെയിൽസ് ഓഫ് സർവീസ് ആയിരിക്കും നമ്മൾ, അതിൻ്റെ എമൗണ്ട് ആയിരിക്കും നമ്മളവിടെ എഴുതേണ്ടി വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം അതർ ഇൻകം. അതർ ഇൻകത്തിൽ വരുന്ന ഐറ്റംസുകൾ in addition to earning revenue from this main operating activities like as industry income, dividend income, other non-operating income. സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പണ്ടത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അതർ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഒന്നാമത്തത് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ മെയിനായിട്ട് സെയിൽസ്. ഇൻ കേസ് സെയിൽസ് റിട്ടേണ്ടെങ്കിൽ ആ സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് ചെയ്താൽ. രണ്ടാമത്തെ അതർ ഇൻകത്തിൽ ഈ സെയിൽസ് അല്ലാത്ത എന്തൊക്കെ ഇൻകം ഉണ്ടോ ആ ഇൻകം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക അതർ ഇൻകം ആക്കി ചെയ്താൽ. ദെൻ തേർഡ് കൊണ്ട് നെക്സ്റ്റ് നോക്കുക എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യുക എക്സ്പെൻസ് ആക്കിയിട്ട് ചെയ്തും. ആ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് ഇക്വേഷൻ ഉണ്ട്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് മെറ്റീരിയൽ പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതായത് എൻ്റെ ഷോപ്പിൽ എന്ത് ചെയ്യുക ഒരു 10 ചാക്ക് എന്തുണ്ട് പഞ്ചസാര ഉണ്ടെന്ന് കരുതാം. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 10 ചാക്ക്. ആ 10 ചാക്കിനോട് കൂടി ഞാൻ എന്ത് ചെയ്ത് ഒരു 5 ചാക്ക് കൂടി പർച്ചേസ് ചെയ്ത്. അപ്പോൾ എത്ര 10 + 5 15. ആ 15 ഞാനൊരു 8 ചാക്ക് സെയിൽ ചെയ്ത്. അപ്പോൾ എത്ര 15 8 സെയിൽ ചെയ്താൽ എൻ്റെ കയ്യിൽ എത്ര കിട്ടും? 7 കിട്ടും. അതാണ് എൻ്റെ ക്ലോസ് സ്റ്റോക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ആ എക്സാമ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്താണ് പഞ്ചസാരയുടെ ഒരു 10 പ്ലസ് മെറ്റീരിയൽ പർച്ചേസ് 5 കൂടി പർച്ചേസ് ചെയ്ത് അപ്പോൾ 15 ഡോറിൻ്റെ എന്തായാലും ക്ലോസ് സ്റ്റോക്ക് മെറ്റീരിയൽ. ക്ലോസ് സ്റ്റോക്ക് എൻ്റെ കയ്യിൽ 7 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര വിറ്റു? 8 വിറ്റു. അതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളൂ. ഞാൻ സിമ്പിൾ എക്സാമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷന് നോക്കാം. ദെൻ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇവിടെ എഴുതേണ്ടത് നമ്മൾ എത്രയാണോ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ ചേഞ്ച് ഇൻ ഇൻവെൻറ്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞാൽ ഗുഡ്സിൽ അതായത് സ്റ്റോക്കിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എഴുതിയിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ആഡഡ് ആൻഡ് ക്ലോസ് സ്റ്റോക്ക് ഈസ് സബ്സ്ട്രാക്റ്റഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടുക, ക്ലോസ് സ്റ്റോക്ക് കുറയ്ക്കും. ഓക്കെ, ദെൻ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ഐഫോൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19. അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന എക്സ്പെൻസ്. ഇപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് സാലറി, വേജ്, പെൻഷന്, മെഡിക്കൽ ബെനിഫിറ്റ്. അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്, നമ്മളെ സ്ഥാപനത്തിലെ സ്റ്റാഫിന് കൊടുക്കുന്ന എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ എഴുതാം. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ഉണ്ട്. ദെൻ ഫിനാൻസ് കോസ്റ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് പെയ്ഡ്, ബോറോയിങ് കോസ്റ്റ് എക്സെട്ര. നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് പറയില്ല, ഇൻട്രസ്റ്റ്, ബോറോയിങ് കോസ്റ്റ് അല്ലേ, നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ബോറോയിങ് കോസ്റ്റ് അല്ലേ. അതുപോലെ ഫിക്സ്ഡ് അസറ്റ് പറയേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ്റെ അണ്ടറിൽ വരുന്ന കാരണം ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിൽ വരുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്. ദെൻ അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷൻ മീൻസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഡിപ്രീസിയേഷനും അതുപോലെ അമോർട്ടൈസേഷനും നമ്മുടെ ഡിഫറൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിൽ വരുന്ന ടിയർ ആംബിയർ എന്ന് പറഞ്ഞ പേരാണ് ഡിപ്രീസിയേഷൻ. എക്സാമ്പിളായിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് 10 ലക്ഷം രൂപയുടെ ഒരു അസറ്റ് ഒരു വർഷം ഡിപ്രീസിയേഷൻ 10,000 കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് 9,90,000 രൂപ ഉണ്ടാവുള്ളൂ. അതാണ് ഡിപ്രീസിയേഷൻ. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ ഗുഡ് വില്ല് 3 ലക്ഷം ഉണ്ട് അല്ലേ, ഈ വർഷം കഴിഞ്ഞ വർഷം 3 ലക്ഷമാണ്, ഈ വർഷം ഇപ്പോൾ അതെന്തായി മാറി 2,80,000 മാറി. അപ്പോൾ 50,000 രൂപ ഇവിടെ എന്താണ് അമോർട്ടൈസേഷനാണ്. ദെൻ അതർ എക്സ്പെൻസ്,
ആയിട്ട് മാനുഫാക്ചറിങ്, ജനറൽ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ഇത്രയും എക്സ്പെൻസുകളാണ് എന്തെങ്കിലും ഇവിടെ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ ഫസ്റ്റ് കൊണ്ട് നോക്കുക. ഒന്നുകൂടി നോക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, മെയിൻ റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അതർ ഇൻകം, സെയിൽസ് അല്ലാത്ത ബിസിനസ് കിട്ടുന്ന എല്ലാ ഇൻകത്തിനും നമ്മൾ എന്തെങ്കിലും അതർ ഇൻകം എന്ന് പറയും. അതിൻ്റെ ടോട്ടലാണ് മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഫോർത്ത് വണ് എക്സ്പെൻസുകൾ ഓരോന്നും എന്താണ്, അതിൻ്റെ എക്സ്പെൻസിൻ്റെ മെയിൻ ഹെഡിങ്ങിൻ്റെ താഴെ സബ് ഹെഡിങ്ങുണ്ട്. ആ സബ് ഹെഡിങ്ങിൽ വരുന്ന എക്സാമ്പിളായിട്ട് നമ്മൾ താഴെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. ദെൻ പിന്നെ നമുക്കൊന്നും എഴുതില്ല. അഞ്ചാമത്തെ കാര്യം ടോട്ടൽ എക്സ്പെൻസ് ആഡ് ചെയ്യാം. ദെൻ പിന്നെ അതിൻ്റെ നേരെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഇത് എങ്ങനെയാണ് ഒന്നാമത്തേന് എന്ത് ചെയ്യാൻ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എക്സാമിന് ചോദിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെയും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആൻസർ ഷീറ്റിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം. അപ്പോൾ അതുകൊണ്ട് ഈ ഫോർമാറ്റ് എല്ലാവരും ബൈ ഹാർട്ട് ആക്കുക വേണം. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇതിൻ്റെ ഇപ്പോൾ ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ ഇനി എമൗണ്ട് തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിക്കാൻ, അതായത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ്. ബാക്കിയുള്ളവരൊക്കെ കറക്റ്റായിട്ട് ടാലിയാക്കാൻ ശ്രമിക്കണം. ഒന്നും അറിയാത്തവരെന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് വരച്ചിട്ട് അതിൽ ഇന്ന ഷെഡ്യൂളുകളാണ്, ഇന്ന ഐറ്റമാണ് എന്നുള്ളത് നിങ്ങളതിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾ എമൗണ്ട് തെറ്റി കഴിഞ്ഞാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ 15 മാർക്കുള്ള ക്വസ്റ്റിൽ 5 മാർക്ക് നിങ്ങൾക്ക് ഗ്യാരൻ്റി ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക വേണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.